അമേരിക്ക തങ്ങളുടെ കുറ്റൻ പടക്കപ്പലുകളും നാവികരെയും അണിനിരത്തിക്കൊണ്ട് നടപ്പാക്കി വരുന്ന നാവിക ഉപരോധത്തെ മറികടന്നുകൊണ്ട് കൂടുതൽ എണ്ണ ടാങ്കറുകൾ ഇറാന്റെ ഈ എണ്ണ കയറ്റുമതി ടെർമിനലിൽ ഇപ്പോൾ തമ്പടിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഖാർഗി ദ്വീപിന്റെ അടുത്തുള്ള ഈ ടെർമിനലിൽ ഇപ്പോൾ 13ഓളം പടുകൂറ്റൻ എണ്ണ ടാങ്കറുകളാണ് ഉള്ളത്. ഈ ഉപരോധം മറികടന്ന് ഇത് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് വലിയ ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ സെന്റിനൽ-1 ഉപഗ്രഹമാണ് ഇതിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നത്. അതായത് ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, അതായത് അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പകുതി കപ്പലുകൾ പോലും, എണ്ണ ടാങ്കറുകൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 13ഓളം വലിയ എണ്ണ ടാങ്കറുകൾ, ഏകദേശം 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റാൻ കഴിയുന്ന ടാങ്കറുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇറാന്റെ സംഭരണശേഷി 90 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. പെർ ഡേ 3.5 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഉത്പാദിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് ഈ ടാങ്കറിലേക്ക് മാറ്റി സംഭരിക്കുകയാകാം, ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഈ ടാങ്കറിൽ നിറച്ച് മറ്റെവിടെങ്ങളിലേക്ക് നീക്കുകയായിരിക്കാം. കാരണം ഈ ഉപരോധം മറികടന്ന് പോകുന്ന കപ്പലുകളെല്ലാം തന്നെ അവരുടെ ഈ ട്രാൻസ്മിഷനുകൾ ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. മലാക്ക കടലെടുക്ക് എത്തുമ്പോൾ വീണ്ടും അത് ഓണാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അമേരിക്ക മലാക്ക കടലെടുക്ക് അടക്കം ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഉപരോധം നീട്ടിയിരിക്കുന്നത്. ഇറാന്റെ കപ്പലുകൾ ഏത് വിധേനയും പിടിച്ചെടുക്കും, തകർക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ ഉപരോധം മറികടന്നുകൊണ്ട് ഈ 13ഓളം വലിയ എണ്ണ ടാങ്കറുകൾ ഈ ഇറാന്റെ ഈ തുറമുഖത്തു നിന്ന് എണ്ണ കയറ്റുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് ഒരു സമാധാന ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ആരും അതിനെ വലിയ കാര്യമായി തന്നെ കാണുന്നുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.